നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററി ബേസ്ഡ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ആണ് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ചോദ്യത്തിന് തന്നെ ഒരുപാട് ഫാക്ട്സ് പറയുന്നുണ്ട്. ഈ ഫാക്ട്സ് ഒക്കെ തന്നെ PSC മുൻവർഷം ചോദിച്ച ചോദ്യങ്ങളുമാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന 1ഉം 2ഉം ആണ്. 1ഉം 2ഉം. അപ്പൊ ബന്ധമുള്ള പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു എന്നത്. അപ്പോൾ ഭഗത് സിംഗ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഭഗത് സിംഗ് ആണ്. ഷഹീദ് ഇ അസം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഭഗത് സിംഗ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ്. ഷഹീദ് ഇ അസം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഭഗത് സിംഗ്. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാ? ലാഹോർ ഗൂഢാലോചന കേസ്. ലാഹോർ ഗൂഢാലോചന കേസിലാണ് ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. എന്നാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് എന്ന് ചോദിച്ചാൽ 1931 മാർച്ച് മാസം 23. 1931 മാർച്ച് മാസം 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? ലാഹോർ ജയിലിലാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. ഇവിടെ മൂന്നാമത്തെ പ്രസ്താവന, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ബോംബെറിഞ്ഞതെന്ന 1929 ഏപ്രിൽ മാസം 8. 1929 ഏപ്രിൽ മാസം 8 ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ബോംബെറിഞ്ഞത്. ഭഗത് സിംഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലാഹോറിലാണ് ഭഗത് സിംഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഭഗത് സിംഗ് ആണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി ആരാണ്? ഭഗത് സിംഗ്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ 10th മെയിൻസിന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 10th പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞവരും ഇനി കഴിയാനുള്ളവർ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. 10th പ്രിലിംസ് കഴിഞ്ഞവർ റെസ്റ്റ് എടുക്കരുത്. ജോലി കൈ കിട്ടുന്നത് വരെ നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. നന്നായിട്ട് തന്നെ പഠിച്ച് ഈ ഒരു ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ 10th മെയിൻസ് ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ പുതിയ SCRT 5, 7, 9 മുതലായ ക്ലാസ്സുകളിലെ SCRT സയൻസ്, സോഷ്യൽ മുതലായ ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. കൂടാതെ ഇപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFAക്ക് വേണ്ടി കമ്പനി LGS, ജനറൽ PSC, ഫയർമാൻ, അങ്ങനെ ഒരുപാട് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. ഈ എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും. അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ 10th പ്രിലിംസിന്റെ 2ാം ഘട്ടം കഴിഞ്ഞു. ആ 2ാം ഘട്ടത്തിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഏതൊരു ബാച്ച് എടുത്താലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ എല്ലാം ഓപ്പൺ ആണ്. ഫീസിൽ ഇപ്പോൾ 1 ഡിസ്കൗണ്ടും ഉണ്ട്. ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഭഗത് സിംഗ് രചിച്ച പ്രശസ്തമായ പ്രബന്ധമാണ് വൈ ഐ ആം ആൻ എത്തീസ്റ്റ്. വൈ ഐ ആം ആൻ എത്തീസ്റ്റ് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൈ ഐ ആം ആൻ എത്തീസ്റ്റ് എന്ന പ്രബന്ധം രചിച്ചതാര്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ബന്ധമില്ലാത്തത് 2ാമത്തെ പ്രസ്താവനയാണ്. അപ്പൊ ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇത് രണ്ടും ശരിയാണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരം പറയുന്നതിന് മുന്നേ ക്രിപ്സ് മിഷനെ പറ്റി പഠിക്കണം. ക്രിപ്സ് മിഷൻ വർഷം ഓർക്കുക, 1942. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു ക്രിപ്സ് മിഷന്റെ
ചെയർമാൻ. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. അങ്ങനെ 1942 മാർച്ച് മാസം 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തിയത്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാനായി ബ്രിട്ടീഷ് ഭരണകൂടം ക്രിപ്സ് മിഷനെ നിയമിക്കുകയും അതിൻ പ്രകാരമാണ് ക്രിപ്സ് മിഷൻ 1942 മാർച്ച് മാസം 22-ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻ തീയതിയിട്ട ചെക്ക്. എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങൾ: രണ്ടാം ലോക മഹായുദ്ധാനന്തരം പുത്രിക രാജ്യ പദവി ഇന്ത്യക്ക് നൽകാം, സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അനുമതി നൽകാം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ക്രിപ്സ് മിഷൻ പരാജയമായിരുന്നു. ഇതിന്റെ പരാജയത്തിന്റെ കാരണം എന്താണ്? കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ സംഘടനകളുടെ എതിർപ്പ് ആർക്കുണ്ടായിരുന്നു? ക്രിപ്സ് മിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഗാന്ധിജിയുടെ പിന്തുണ ആർക്കുണ്ടായിരുന്നില്ല? ക്രിപ്സ് മിഷന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. അപ്പോൾ ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം 1942. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലില്ലിത് ഗോ ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെ? ലില്ലിത് ഗോ പ്രഭു ആണ്. അപ്പൊ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച തന്റെ പത്രം ഏതായിരുന്നു? ഹരിജൻ എന്ന പത്രം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലിയെയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. ഇനി കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ കെ ബി മേനോൻ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് US അരങ്ങേറിയ ഹിന്ദി നാടകം ഏതാണ്? വന്ദേ മാതരം. ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് ഏത് ജയിലിലാണ്? ആഘാ ഖാന്റെ കൊട്ടാരത്തിൽ. അടുത്ത ചോദ്യം, മൗലാന അബുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. നൈം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തത് ആരാണ്? ഗാന്ധിജിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബുൽ കലാം ആസാദ്. ശരിയാണ്. മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ശരിയാണ്. ആസാദിന്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇത് 3ഉം ശരിയാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരുടേതാണ്? മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രമാണ് അൽ ഹിലാൽ. മൗലാന അബുൽ കലാം ആസാദ് ആരംഭിച്ച മറ്റൊരു വാരികയുടെ പേരാണ് പൈഗാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. കോൺഗ്രസിന്റെ ഷോ ബോയ് എന്ന മൗലാന അബുൽ കലാം ആസാദിനെ ആരാ വിശേഷിപ്പിച്ചത്? മുഹമ്മദ് അലി ജിന്ന. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബുൽ കലാം ആസാദ്. ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. സ്വാതന്ത്ര്യത്തിന് മുൻപ് 1940 മുതൽ 1946 വരെ INCയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? മൗലാന അബുൽ കലാം ആസാദ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മൗലാന അബുൽ കലാം ആസാദ്. കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആര് തന്നെയാണ്? മൗലാന അബുൽ കലാം ആസാദ്. ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച വർഷം ഏതാ? 1992 മൗലാന അബുൽ കലാം ആസാദിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച വർഷം 1992. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. ഓർക്കുക.
അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ എന്നതാണ്. അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഇവയൊക്കെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളായിരുന്നു. 1957 എന്ന വർഷം PSC ഏതൊക്കെ ചോദ്യങ്ങളാണ് ഈ ഒരു വർഷവുമായി ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളത്? ശ്രദ്ധിക്കുക. EMS മന്ത്രിസഭ കേരളത്തിൽ ആദ്യമായി അധികാരമേറ്റ വർഷം ഏത്? 1957 ആണ്. EMS മന്ത്രിസഭ കേരളത്തിൽ ആദ്യമായി അധികാരമേറ്റ വർഷം, കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര സമിതിക്ക് രൂപം നൽകിയ വർഷം ഏതാണ്? 1957. ആലപ്പുഴ ജില്ല നിലവിൽ വന്ന വർഷം 1957. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB നിലവിൽ വന്ന വർഷം ഏതാണ്? 1957. കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്ന് മാറ്റിയ വർഷം ഏത്? 1957. കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം 1957. ഇതെല്ലാം ചോദ്യങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. ആലപ്പുഴ ജില്ല നിലവിൽ വന്ന വർഷം, KSEB നിലവിൽ വന്ന വർഷം, കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര സമിതിക്ക് രൂപം നൽകിയ വർഷം, EMS മന്ത്രിസഭ കേരളത്തിൽ ആദ്യമായി അധികാരമേറ്റ വർഷം, തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്ന് മാറ്റിയ വർഷം, എല്ലാം ഏതാണ്? 1957 ആണ്. ഇനി 1936 കൂടി നോക്കാം. 1936 AK ഗോപാലന്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടന്ന വർഷം ഏത്? 1936. കൊച്ചി രാജ്യത്ത് കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടന രൂപം കൊണ്ട വർഷം ഏതാണ്? 1936. കൊച്ചി രാജ്യത്ത് വൈദ്യുതി സമരം നടന്ന വർഷം 1936. ചങ്ങമ്പുഴയുടെ രമണൻ എന്ന വിലാപകാവ്യം പ്രസിദ്ധീകരിച്ച വർഷം 1936. തിരുവിതാംകൂർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1936. സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ വർഷം 1936. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരു ക്ലാസ്, ഒരുപാട് ചോദ്യങ്ങൾ, എല്ലാം PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നന്നായിട്ട് നോക്കി പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇതുപോലുള്ള ഷോർട്ട് നോട്ട്സുകൾ, ഷോർട്ട് ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.